ശ്രാവ്യകലയുടെ ലോകത്ത് നിന്ന് ദൃശ്യകലയുടെ അതിവിശാലമായ ആകാശത്തിലേക്ക് കടന്നുചെന്ന് സ്വന്തമായൊരു ഇടം കണ്ടെത്തിയ ചലച്ചിത്രകാരനാണ് വേണു നാഗവള്ളി. സിനിമയുടെ ബോക്സ് ഓഫീസ് സമവാക്യങ്ങൾ ഉൾക്കൊണ്ടുതന്നെ ഭാവഗീതം പോലെ മനോഹരമായ സൃഷ്ടികൾ മലയാളികൾക്ക് സമ്മാനിച്ചു അദ്ദേഹം. ജീവിതഗന്ധിയായ പ്രമേയങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു വേണു നാഗവള്ളിയുടെ ഓരോ സിനിമയും. മനുഷ്യബന്ധങ്ങളുടെ ശ്രുതിഭേദങ്ങളും കുടുംബജീവിതത്തിൻ്റെ സൂക്ഷ്മതലങ്ങളും എല്ലാം വേണുവിൻ്റെ സിനിമകൾക്ക് ഇതിവൃത്തങ്ങളായി. വേദന ഒളിപ്പിച്ചൊരു നേർത്ത പുഞ്ചിരിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു ആ ചിത്രങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ. ശ്രീ വേണു നാഗവള്ളി അദ്ദേഹം വ്യത്യസ്തമായ അഭിനയ രീതി കൊണ്ടും വ്യത്യസ്തമായ സംവിധാന ശൈലി കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ഒരു ചിരപ്രതിഷ്ഠ നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് കൂടുതൽ ഈ എന്താ പറയുന്നത് ഒരു സെൻറ്റിമെൻ്റൽ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഡയറക്ഷനിലാണെങ്കിൽ പോലും എന്താ പറയുന്നത് അമ്മയോടും അച്ഛനോടുമുള്ള സ്നേഹം ഒരുപാട് എടുത്തു കാണിക്കുക. അങ്ങനത്തെ വ്യത്യസ്തമായ നമുക്കിന്ന് അതൊന്നും കാണാനേ പറ്റാത്ത ഒരു സംഭവമാണ്. അങ്ങനത്തെ ഒരു ശൈലിയിൽ സിനിമകൾ എടുത്തുകൊണ്ടിരുന്നതും അഭിനയിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളും ഒട്ടുമുക്കാലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ കലയിലേക്ക് വരാനായിട്ട് പ്രത്യേകിച്ചൊരു കാര്യകാരണങ്ങളൊന്നും വേണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ തന്നെ ഉള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് നാഗവള്ളി RS കുറുപ്പ് സാറ് ആണ്. അപ്പോൾ അതിന് കൂടുതൽ ഡെഫിനിഷനൊന്നും വേണ്ട. അപ്പോൾ ഡെഫിനറ്റ്ലി അദ്ദേഹം സിനിമയിൽ വന്ന് പെട്ടതിൽ യാതൊരു അത്ഭുതങ്ങളുമില്ല. അപ്പോൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് വേണുചേട്ടൻ നല്ലൊരു പാട്ടുകാരനാണ്. വേണുചേട്ടൻ ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മോഡൽ സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അദ്ദേഹം നല്ലൊരു പാട്ടുകാരനായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് സ്റ്റേജിലും പാടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ അന്നും കുറുപ്പ് സാർ അന്നും മെരിലാൻഡിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റുകൾ എഴുതുമായിരുന്നു. അപ്പോൾ സിനിമയിലേക്ക് വരാനുള്ള ഒരു വഴി അദ്ദേഹത്തിന് പണ്ട് മുതലേ തുറന്ന് കിടക്കുന്നതായിരുന്നു. അങ്ങനെയാണ് KG ജോർജ് സാറിൻ്റെ ഉൾക്കടൽ എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യമായിട്ട് അദ്ദേഹം അഭിനയിച്ചത്. ആ സിനിമ വളരെ നന്നായിട്ട് ഓടി. വേണുചേട്ടനും സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു, നന്നായിട്ട് എഴുതുമായിരുന്നു. ഗായത്രി ദേവിൻ്റെ അമ്മ, എന്തിനു കൂടുതൽ പറയണം, കിലുക്കം എന്ന് പറഞ്ഞ സിനിമ, അതൊക്കെ ഒരിക്കലും മലയാളികൾ മറക്കാൻ പറ്റാത്ത സിനിമകളാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ പല പടങ്ങളിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സംവിധാനത്തിലേക്ക് വന്നത്. അങ്ങനെ സംവിധായകനായി സുഗമോദേവി എന്ന് പറഞ്ഞ സിനിമ 85 സുഗമോദേവി ആണ് അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്തത്. ഗാന്ധിമതി ബാലൻ ചേട്ടനാണ് വേണുചേട്ടൻ ഒരു സിനിമ കൊടുക്കുകയും അങ്ങനെ ആ സിനിമ ലാലേട്ടനെ വെച്ച്, അത് വേണുചേട്ടൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ജീവിച്ചിരുന്ന ക്യാരക്ടേഴ്സാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഒരു വേണുചേട്ടൻ്റെ കഥാപാത്രവും ആ സിനിമയിലുണ്ട്, ലാലേട്ടൻ്റെ കഥാപാത്രവും ഉണ്ടായിരുന്നു. അതിനകത്തെ പോലെ തന്നെ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ആ കഥാപാത്രങ്ങളൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു കഥ തന്നെയാണ് വേണുചേട്ടൻ സിനിമയാക്കിയത്. ഞാൻ കുറച്ച് ഇതിനെപ്പറ്റി പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വേണുചേട്ടൻ്റെ വളരെ വർഷങ്ങൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമുക്കാൽ സിനിമകളിൽ അഭിനയിക്കുക. അവസാന കാലത്തുള്ള ഒരു 2-3 പടങ്ങളിൽ അഭിനയിച്ചില്ല, ഞാൻ വർക്കും ചെയ്തില്ല. പക്ഷേ വേണുചേട്ടൻ്റെ സുഗമോദേവി കഴിഞ്ഞിട്ട് സർവകലാശാല മുതൽ, കാര്യം സർവകലാശാലയാണ് എൻ്റെ ആദ്യത്തെ സിനിമ, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സിനിമ. അപ്പോൾ അതുമുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ സന്തത സഹചാരിയാണ്. സുഗമോദേവിയുടെ മ്യൂസിക് ചെയ്തത് രവീന്ദ്രൻ മാഷാണ്. അതുപോലെ തന്നെ ONV സാറാണ് ലിറിക്സ് എഴുതിയത്. രവീന്ദ്രൻ മാഷുമായിട്ടുള്ള ബന്ധം ഭയങ്കര ഒരു എന്താ പറയുന്നത്, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ കഥകളും ഒരുപാട് നമുക്ക് ഒരു ദിവസം കൊണ്ടോ ഒരു എപ്പിസോഡ് കൊണ്ടോ ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും സംഭവങ്ങളും കഥകളും ഉണ്ട്. രവീന്ദ്രൻ മാഷിൻ്റെ കമ്പോസിങ് മുതൽ ഞാൻ പല സിനിമകൾക്കും കൂടെ ഇരുന്നിട്ടുണ്ട്. അത് നമുക്ക് എന്താ പറയുന്നത്, അത് ഈ പറഞ്ഞ പോലെ നമുക്ക് പറഞ്ഞാലും തീരാൻ പറ്റാത്ത അത്രയും അനുഭവങ്ങളാണ് അതിനകത്തുള്ളത്. കാര്യം സംഗീതത്തിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് എന്താ പറയുന്നത്, ഒരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്. നമ്മൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ് നിറയുന്ന അവസ്ഥയാണ്. കാര്യം നമ്മൾക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതല്ല. രവീന്ദ്രൻ മാഷ് മരിച്ചുപോയെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സംഗീതം നമുക്കിന്നും ഉണ്ട്. രാധാകൃഷ്ണനായാലും അതുപോലെ തന്നെ, വേണുചേട്ടനായാലും അതുപോലെ തന്നെ. അവരുടെയൊക്കെ ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ ആ ഓർമ്മകളിൽ ജീവിക്കുമ്പോൾ അന്ന് നമുക്ക് അടുത്തിരുന്ന പോലെ ഇന്നിരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമമാണുള്ളത്. സുഖമോദേവി
ദേവി സുഖമോ 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 ദേവി സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ സുഖമോ. വളരെ നല്ലൊരു കലാസ്നേഹിയും ബേസിക്കലി ഒരു ഗായകനുമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ശ്രീ വേണു നാഗവള്ളി. വേണുചേട്ടൻ്റെ ലിപ്സിലൂടെ ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി MBA സാറിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു മിക്ക ഗാനങ്ങളും നല്ല ഗാനങ്ങളും വേണുചേട്ടൻ്റെ ലിപ്സിലൂടെയാണ് നമ്മൾ മലയാളികൾ കേട്ടിട്ടുള്ളത്. സുഖമോ ദേവി എന്ന ചിത്രത്തിലെ സുഖമോ ദേവി എന്നുള്ള ഗാനം, അതിൻ്റെ മറ്റൊരു പ്രത്യേകത വെറും 2 വേർഡ് വെച്ചിട്ടാണ് ആ പാട്ടിൻ്റെ പല്ലവി തീർത്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ഗാനങ്ങൾ വളരെ അപൂർവമായിട്ടുള്ളൊരു ഗാനമാണ് ഈ പാട്ട്. നിൻകഴൽ തൊടും മൺതരികളും മംഗളനീരാകാശവും നിൻകഴൽ തൊടും മൺതരികളും മംഗളനീരാകാശവും കുശലം ചോദി കുശലം ചോദിപ്പൂ നെറുകിൽ തഴുകി കുളിർപകരും പനിനീർ കാട്ടും കുളിർപകരും പനിനീർ കാട്ടും. സുഖമോ ദേവി സുഖമോ ദേവി